കേരളം ഉറ്റുനോക്കുന്ന കാത്തിരിക്കുന്ന വിധി ജഡ്ജ് പുറപ്പെടുവിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്ന്. പൾസർ സുനി അടക്കം കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹനിയം വർഗീസാണ് വിധി പറയുക. ഗൂഢാലോചന കേസിൽ നടൻ ദിലീപ് അടക്കം 4 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. ശിക്ഷാവിധിക്കൊപ്പം കേസിന്റെ വിശദമായ വിധി പ്രസ്താവവും പുറത്തുവരും. അപ്പോൾ കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുജ്തബയും നിതിൻ സേവ്യറും ഒപ്പം തൃശൂരിൽ നിന്ന് നടരാജ് പരശുരാമും ഉണ്ടാകും. നടരാജിലേക്കാണ് ആദ്യം. നടരാജ്, വിയൂർ ജയിലിലാണ് പ്രതികൾ ഇപ്പോഴുള്ളത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ. അവരെ ഇന്നിപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുവരും. വിധി പ്രസ്താവം അവർ കേൾക്കേണ്ടതുണ്ട്. അതിനു മുൻപ് മറ്റ് നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എപ്പോഴാണ് ഇവരെ പുറത്തിറക്കുക? വിയ്യൂർ ജയിലിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്ക് പിന്നിൽ കാണാം, അല്പസമയം മുമ്പാണ് ഇവിടെ പ്രതികളെ കൊണ്ടുവരാനുള്ള വാഹനം ഇവിടെ നിന്നും പോയത്. ഏതാണ്ട് 8 മണിക്ക് ശേഷം ഏത് നിമിഷം വേണമെങ്കിലും പ്രതികളുമായി ജയിൽ ഉദ്യോഗസ്ഥരുടെ സംഘം തിരിക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. 8 മണിക്ക് ശേഷം ഏതു സമയവും പ്രതികളെയും കൊണ്ട് എറണാകുളം സെഷൻസ് കോടതിയിലേക്ക് പോകും എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രാജ്യം കാത്തിരിക്കുന്ന ഏറ്റവും സുപ്രധാന കേസിലെ സുപ്രധാന വിധിയാണ് ഇന്ന് വരാനുള്ളത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നേരിട്ട് പങ്കെടുത്ത കുറ്റവാളികൾക്ക് എന്ത് ശിക്ഷ നൽകും എന്നറിയാനാണ് ആകാംക്ഷ. നമുക്കറിയാവുന്ന പോലെ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ ഉൾപ്പെടെ 6 പ്രതികൾ, വിജീഷ് 4ാം പ്രതി, 5ാം പ്രതി പ്രദീപ്, 6ാം പ്രതി വടിവാൾ സലീം എന്നിവരാണ് വിയ്യൂർ ജയിലിലുള്ളത്. ഇവരുമായി പോലീസ് സംഘം അല്പസമയത്തിനകം ഇവിടെ നിന്നും പുറപ്പെടും. 11 മണിയോടുകൂടിയാണ് കോടതി നടപടികൾ ആരംഭിക്കുക. പ്രതികളുടെ പേരുള്ള കുറ്റങ്ങളൊക്കെ തന്നെ നേരത്തെ തെളിഞ്ഞതാണ്. ഇവർ എന്തു വാദമാണ് ഇന്ന് കോടതിയിൽ ഉന്നയിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. സ്വാഭാവികമായും കാലങ്ങളായി ജയിലിൽ കഴിയുന്നുണ്ട് എന്നുള്ളതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാദം പ്രതിഭാഗം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞതും തെറ്റ് ചെയ്തതിൽ മാനസാന്തരം സംഭവിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്നുള്ള വാദമായിരിക്കും ഒരുപക്ഷെ പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുക. പക്ഷേ പ്രോസിക്യൂഷൻ കടുത്ത ശിക്ഷ നൽകണമെന്നുള്ള വാദം തന്നെയായിരിക്കും മുന്നോട്ട് വയ്ക്കുക. എന്തായാലും കേസിൽ ദിലീപിനെ നേരത്തെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്നൊക്കെ വിമുക്തനാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിൽ തന്നെയും ഉണ്ട്. സിനിമാ രംഗത്തു നിന്നും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തു നിന്നുള്ള പ്രമുഖർ ഈ വിഷയത്തിൽ 2 തട്ടിലാണ് ഇപ്പോഴും എന്ന് പറയാം. ദിലീപിനെ വീണ്ടും സിനിമാ സംഘടനകളിലേക്ക് പ്രവേശിപ്പിക്കുന്ന അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ ഒരു ചേരി യുദ്ധം തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേസിൽ പങ്കെടുത്തവർക്ക് എന്ത് ശിക്ഷയായിരിക്കും കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർക്ക് എന്ത് ശിക്ഷയായിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യത്തിലേക്കാണ് എല്ലാ ശ്രദ്ധയും പോകുന്നത്. നൽകുന്ന ശിക്ഷയിലും ഒരു ഇളവുണ്ട് എന്ന തോന്നൽ പൊതുസമൂഹത്തിനുണ്ടായാൽ സ്വാഭാവികമായും വിമർശനം ശക്തമാവാനുള്ളൊരു സാധ്യതയുണ്ട്. നേരത്തെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്നും മുക്തരാക്കിയ ശേഷം നടനെ വിട്ടതിനെ സംബന്ധിച്ചും എളുപ്പത്തിൽ അദ്ദേഹം ഊരിപ്പോയി എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ പ്രചാരണമുണ്ട്. ഇന്ന് കൊടുക്കുന്ന ശിക്ഷ എന്തായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും 8:30 ഇവിടെ നിന്നും പ്രതികളെയും കൊണ്ട് പോലീസ് സംഘം എറണാകുളത്തേക്ക് തിരിക്കും. 8:30 പ്രതികളെ പുറത്തിറക്കുമെന്ന് പറയുമ്പോൾ ഇനി 20 മിനിറ്റ് കൂടിയാണ് ബാക്കിയുള്ളത്. ശരി.